നമസ്കാരം. പഹൽഗാമിലെ സംഭവത്തിന് ശേഷം നമ്മുടെ രാജ്യം ഇപ്പം അതീവ ജാഗ്രതയിലാണ്. ഏത് സമയത്തും എന്തു വേണമെങ്കിലും സംഭവിക്കാം. പഹൽഗാമിൽ ജീവൻ വെടിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള പട്ടാളക്കാരാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ വേറൊരു ചിന്തയില്ല. ഇന്ത്യ എന്നുള്ള ഒരേ ഒരു ഇമോഷൻ മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ. അവരുടെ ജീവൻ പോലും വകവെക്കാതെ നിസ്വാർത്ഥരായിട്ടാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രാജ്യത്തിനകത്തുള്ള ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേ മനസ്സോടു കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മനസ്സിലുള്ള പരസ്പര ബഹുമാനം ഒന്നും കളയാതെ പരസ്പര ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് എന്തും നേരിടാൻ തയ്യാറായിട്ട് നമ്മൾ ഇവിടെ നിൽക്കണം. എന്നാൽ ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ആൾക്കാർ പ്രവർത്തിച്ചാലോ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? എന്നാൽ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ കാണാൻ സാധിക്കും. മലയാളികൾ ഭയങ്കര പ്രബുദ്ധരാണല്ലോ. ആ മലയാളികൾക്കിടയിൽ അത്തരക്കാരെ കാണാൻ സാധിക്കും. അത്തരം കീടങ്ങളെ കാണാൻ സാധിക്കും. അതേപോലെ ഒരു കീടമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വ്യക്തി, മുഹമ്മദ് സനൂഫ്. ഇവന് വാർത്തയുടെ അടിയിൽ ഒരു കമന്റ് ഇട്ടു. ഈ പഹൽഗമിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഏതോ ഒരു ന്യൂസിന്റെ അടിയിൽ ഇവനൊരു കമന്റ് ഇട്ടു. ആ കമന്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഈ കമന്റ് ഞാൻ ഇന്ന് രാവിലെയാണ് വായിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഒരു പൗരൻ, ഒരു വ്യക്തി, അവൻ ഇട്ട കമന്റാണ്, നമ്മുടെ രാജ്യത്തിനെതിരെ ഇട്ട കമന്റാണ്. പഹൽഗമിലെ സംഭവം കേട്ടപ്പോൾ അവനങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവന് ആഹ്ലാദമാണ് തോന്നുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വിഷമമാണ് തോന്നിയത്. നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് സങ്കടവും വിഷമവും തോന്നിയപ്പോൾ അവന് ആഹ്ലാദമാണ് തോന്നിയത്, സന്തോഷമാണ് തോന്നിയത്, അഭിമാനമാണ് തോന്നിയത്. അവൻ പറയുന്നത് ഇനി ഇതേപോലെയുള്ള സംഭവം ഇവിടെ ആവർത്തിക്കുമെന്ന്. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇവിടെ മതമോ ജാതിയോ വേറെ ഒന്നും നോക്കണ്ട, അല്ലാതെ ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതേപോലെയുള്ള സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കും, റിപ്പീറ്റ് ചെയ്യും. അതിന് ഇവന്മാര് സഹായം ചെയ്യും. അതാണ് ഇവൻ പറഞ്ഞു വെച്ചേക്കുന്നത്. അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുവാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് കണ്ടെത്തേണ്ടത്. ഇതുപോലെയുള്ള ഒരുപാട് കീടങ്ങൾ നമ്മളുടെ ഇടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരക്കാരെ കണ്ടെത്തുക. ഇവനെ ഇപ്പൊ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, റിമൂവ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇവനെ ഇപ്പൊ പോലീസ് പിടിച്ചിട്ടുണ്ട്. എന്തൊരു മനുഷ്യരൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. പാലൂട്ടി വളർത്തുന്ന കൈക്ക് തന്നെ കൊത്തുന്ന വൃത്തികെട്ട വിഷജന്തുക്കൾ, അങ്ങനെ തന്നെ ഇവരെ പറയാം. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവന്മാരെ പോലീസിനെ പിടിച്ചേൽപ്പിക്കുക. കാരണം ഇവരെ ഇവിടെ നിലനിർത്താൻ പാടില്ല. ഇവിടെ നിൽക്കുകയേ ചെയ്യരുത്. ഇവന്മാരെയൊക്കെ കയറ്റി അയക്കണം അങ്ങ് പാകിസ്ഥാനിലോട്ട്. അവിടെങ്ങാനും പോയി കിടക്കട്ടെ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുഖവും സൗകര്യവും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടത്തിന്റെ മിസ്റ്റേക്കാണ്, നമ്മുടെ സ്റ്റേറ്റിലെ ഭരണകൂടത്തിന്റെ മിസ്റ്റേക്കാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിപ്പം രാജ്യത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, രാജ്യത്തെ മുഴുവൻ ബാധിച്ചൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ എത്ര പേര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇട്ടു? എമ്പുരാൻ സിനിമ റിലീസായപ്പോൾ പോസ്റ്റുകളുടെ ബഹളമായിരുന്നു ഇവിടെ. നിങ്ങൾ കണ്ടായിരുന്നോ? പോസ്റ്റുകളായിരുന്നു. രാഷ്ട്രീയം പോലും നോക്കാതെ എത്ര നേതാക്കന്മാരാണ് പോസ്റ്റുകൾ ഇട്ടത്. ഇന്ന് എത്ര നേതാക്കന്മാർ ഇവിടെ പോസ്റ്റുകൾ ഇട്ടു? നമ്മുടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വല്ലതും വിളിച്ചു കൂട്ടിയോ? അല്ലെന്നുണ്ടെങ്കിൽ മന്ത്രിസഭാ സമ്മേളനം വല്ലതും വിളിച്ചു കൂട്ടിയോ? എമ്പുരാങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ സമ്മേളനമൊക്കെ ആയിരുന്നല്ലോ. എന്റെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല. രാജ്യം മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ലേ, അതായത് കേരളം വേറെ സ്ഥലത്തൊന്നും അല്ലല്ലോ, പാകിസ്ഥാനിലൊന്നും അല്ലല്ലോ കേരളം ഇന്ത്യയിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെതിരെ ആരും ഒന്നും ചെയ്യുന്നില്ല? ഒരു നേതാക്കന്മാർക്കും ഒന്നും പറയാനില്ല, വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടാനില്ല, മന്ത്രിസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാനില്ല, ഒന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഉദ്ഘാടനവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പല സമ്മേളനമായിട്ടും പല പരിപാടികളായിട്ട് നടക്കുകയാണ്. ഇതാണ് വിഷയം.
ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭരണകൂടം നേരായ വഴിക്കല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങൾ നേരായ വഴിക്ക് പോകത്തില്ല. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒപ്പമാണ് ബാക്കിയുള്ള സംസ്ഥാന സർക്കാർ നിൽക്കേണ്ടത്. ഈ സമയത്ത് രാഷ്ട്രീയമില്ല, ഈ സമയത്ത് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ രാഷ്ട്രീയം നോക്കേണ്ട ഒരു സമയമല്ല. ഇവിടെ നമ്മുടെ രാജ്യമാണ് വലുത്. പക്ഷേ നമ്മുടെ നേതാക്കന്മാർക്ക് രാജ്യമല്ല വലുത്. നമ്മുടെ നേതാക്കന്മാർക്ക് വേറെ പല കാര്യങ്ങളാണ്. അവർക്ക് സ്വാർത്ഥത, അവരുടെ രാഷ്ട്രീയം, അത് മാത്രമാണ് വലുത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തി അവന്മാർ ഉന്മൂലനം ചെയ്തേനെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പൊ അവനെ ജയിലിലേക്ക് വിളിച്ചിട്ടു. മുഹമ്മദ് സനൂഫ് എന്ന് പറഞ്ഞ അവനെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണന്റെ വാർത്ത കേട്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്തത് അങ്ങ് കൊട്ടിഘോഷിക്കുകയാണ്. എന്നാൽ ഇവനെ പോലെയുള്ളവന്മാരെ അറസ്റ്റ് ചെയ്തത് കൊട്ടിഘോഷിക്കുവോ? ഇല്ല. ഞാൻ ശ്രദ്ധിച്ചു, ആറാട്ടണ്ണനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയാണ്, കോളിലൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ്. അതിനകത്ത് വലിയ വാർത്തയാക്കേണ്ട സംഭവമൊന്നുമില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവി നടക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് എന്തൊക്കെയോ ചെറിയ മാനസിക രോഗങ്ങളുണ്ട്. അയാൾ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോരുത്തരെ ചൊറിഞ്ഞുകൊണ്ട്, പല നടിമാരെ ചൊറിഞ്ഞുകൊണ്ട് അവൻ എന്താണ് പോസ്റ്റ് ഇടും. അവനെ പോലെയുള്ളവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്ത. എന്നാൽ ഇവനെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വാർത്ത എന്താണ് വലിയ രീതിയിൽ കാണിക്കാത്തത്? 1-2 ചാനലിൽ ചെറിയൊരു വാർത്തയായിട്ട് കാണിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവരെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കേണ്ടത്. എനിക്ക് സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്, വെറുപ്പാണ് തോന്നുന്നത്. ഈ സമയത്തും മതം നോക്കി, രാഷ്ട്രീയം നോക്കി പ്രവർത്തിക്കുന്നവരെ നമ്മളായിട്ട് ഒറ്റപ്പെടുത്തണം. ഇത് മാത്രമല്ല, പല രീതിയിലുള്ള കമന്റുകളുണ്ട്. പല ഭാവത്തിലും പല രൂപത്തിലുമുള്ള കമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവന്മാര് ചെയ്തു വെച്ച പരിപാടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ കമന്റുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പം മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന കമന്റുകളും കാണാൻ സാധിക്കും. ഇപ്പൊ 2 രീതിയിലുള്ള കമന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അയൽ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് ഈ പഹൽഗാമിൽ നടന്ന ആ സംഭവത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇടുന്ന ഒരു വിഭാഗം. മറ്റേ വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സമയം മുതലെടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ, എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയും അങ്ങ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വേറൊരു വിഭാഗം. അങ്ങനെ 2 വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 വിഭാഗവും നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് മീ, അവർ നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ്, പക്ഷെ ഒരിക്കലും അല്ല. ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കപട മുഖം മൂടി അണിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റുള്ള രാജ്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ്. അവരെ ആദ്യം കണ്ടെത്തണം. ആ കീടങ്ങളെ കണ്ടെത്തിയിട്ട് അവന്മാർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. രണ്ടാമതായിട്ട് ഈ ഒരു കാര്യം മുതലെടുത്ത് ഇവിടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ വിഭാഗത്തെയും കണ്ടെത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ കാര്യം പരിതാപകരമാകും. കാരണം ബോർഡറിൽ ഇപ്പോൾ ഓൾറെഡി വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നാടിൻ്റെ ഉള്ളിലും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവർക്കെതിരെ പോരാടുക.